തിരുവനന്തപുരത്ത് ബൈക്ക് മോഷണ കേസിലെ പ്രതികളെ പോലീസ് മർദ്ദിച്ചെന്ന ആരോപണം. ജിനു, ഉണ്ണി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ ICUവിലാണുള്ളത്. കൂടുതൽ വിവരങ്ങൾ അമൽ തേനമ്പറമ്പിൽ നൽകും. അമൽ, ഒരാൾ ICUവിലാണെന്ന് പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മറ്റേയാളുടെ സ്ഥിതി എന്താണ് സംഭവിച്ചത്? ഹിമ, ബൈക്ക് മോഷണം നടന്നു എന്നൊരു പരാതിയിലാണ് ഈ രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത്. ഇവരെ പിന്നീട് ജയിലിൽ പ്രവേശിപ്പിച്ചു. അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ജയിലിലേക്ക് എത്തുന്ന സമയത്താണ് ഇവർ ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയും പിന്നീട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ജിനു, ഉണ്ണി എന്നിവർക്ക് പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. എന്തായാലും ജിനുവിനെ ICUവിലേക്ക് മാറ്റേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ രണ്ടാളുകൾ ഉള്ളത്. ഇത്തരമൊരു പരാതി കൂടി ഉയർന്ന സാഹചര്യത്തിൽ എന്താണ് എന്നുള്ള കാര്യം അക്കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. തിരുവനന്തപുരം ഫോർട്ട് പോലീസിനെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. ഫോർട്ട് പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു. ജയിലിലെത്തിയ ആ സമയത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പോലീസ് ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം, വൈദ്യപരിശോധനയുടെ സമയത്ത് റിമാൻഡ് ചെയ്യുന്നതിന് മുൻപ് വൈദ്യപരിശോധന നടത്തിയിരുന്നു. അങ്ങനെ ചെയ്ത സമയത്ത് പരിക്കേറ്റ കാര്യം അല്ലെങ്കിൽ തങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുള്ള കാര്യം ഇവർ പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന വിശദീകരണം. കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഗുരുതരമായ ആരോപണമാണ് എന്തായാലും ഫോർട്ട് പോലീസിനെതിരെ ഉയർന്നിട്ടുള്ളത്. ശരി, തിരുവനന്തപുരത്ത് ബൈക്ക് മോഷണ കേസിലെ പ്രതികളെ പോലീസ് മർദ്ദിച്ചു എന്നുള്ളതാണ് ആരോപണം. ജിനു എന്ന മർദ്ദനമേറ്റ ഒരാൾ ഇപ്പോൾ ICUവിലാണുള്ളത്. കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അമൽ തേനമ്പറമ്പിലാണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്.